ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വിരുന്നാരുണ്ട്. ചേച്ചിമാർ രണ്ടുപേരും വരുന്നുണ്ട്. ഷീബ ചേച്ചി, അമൃത, വിഷ്ണു, പിന്നെ ചളിപ്പാട്ടിന് ചേച്ചി, ഏട്ടനും അവരെല്ലാവരും വരുന്നുണ്ട്. അവർ വരുമ്പോഴേക്ക് മന്തി ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. മന്തി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ അരി വെള്ളത്തിലിട്ടേക്കാം 1 മണിക്കൂർ നേരം. അപ്പോൾ അത് കഴുകി വെള്ളത്തിലിട്ടേക്കട്ടെ. അരി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി വെള്ളത്തിലിട്ടേക്കാണ്. ഇത് 1 മണിക്കൂർ നേരം അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും ചിക്കന് വേണ്ടിയിട്ടുള്ള മസാലകളൊക്കെ ആക്കി നമുക്ക് അതും കുറച്ച് ടൈം ഇരിക്കണം. ഇതിൻ്റെ അരി എടുത്തിട്ടുണ്ട്. അത് കഴുകി 1 മണിക്കൂർ നേരം വെള്ളത്തിലിട്ടേക്കണം. അപ്പോൾ കഴുകി കൊടുന്ന് വെച്ചതാണ്. ഇനി നമുക്കിത് വെള്ളത്തിൽ ഇവിടെ 1 മണിക്കൂർ നേരം ഇരിക്കട്ടെ. അത് മാറ്റി വയ്ക്കാം. അങ്ങനെ മന്തി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അതിന് മുന്നേ ചിക്കനിൽ മസാലകളൊക്കെ പുരട്ടി മാറ്റി വയ്ക്കാം. ആദ്യം ഇതുപോലെ ഒന്ന് ഹോളുകൾ ഇട്ട് കൊടുക്കാം. ഏത് പാത്രത്തിലാണ് നമ്മൾ വെക്കുന്നത് വെച്ചാൽ ആ പാത്രത്തിലാണ് ചിക്കൻ ഇങ്ങനെ മസാലയൊക്കെ പുരട്ടി വെക്കുന്നത്. വലിയ പീസാക്കി എടുത്തിട്ടില്ല, ഒരു മീഡിയം വലുപ്പത്തിലാണ് എടുക്കുന്നത്. ഇനി അതിലേക്ക് വേണ്ടതാണ് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇത് മല്ലിയില, ഇത് പുതിന, എല്ലാതും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ചിക്കനിൽ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ്. പിന്നെ കുറച്ച് ജീരകം വേണം, ചെറിയ ജീരകം ചെറുതായിട്ട് ചതച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ചെറുതായിട്ട് ചതച്ചിട്ടുണ്ട്. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇടുന്നത് മാഗി ക്യൂബാണ്. അങ്ങനെ പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. 4 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിറത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടി കലക്കിയതാണ്, അത് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് നമുക്ക് ഇതിലെല്ലാത്തിലും യോജിപ്പിച്ച് ഇളക്കി ഒരു 1.5 മണിക്കൂർ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. കുറച്ചുകൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് മന്തി മസാലേൻ്റെ പൗഡറും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി നമുക്കിത് മാറ്റി വയ്ക്കാം. അരി വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇട്ട് കൊടുത്തു. ഉണക്കനാരങ്ങ, ഉപ്പ്, കുറച്ച് സൺഫ്ലവർ ഓയിൽ. അരി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി അത് ഊറ്റിയെടുക്കാം. അരി ഊറ്റിയിട്ടുണ്ട്. ഇതോടെ ഇരിക്കട്ടെ. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി അരി ഇടാം. അപ്പോൾ അത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഊറ്റിയെടുക്കാം. ഇനി ഇത് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കട്ടെ. എന്നിട്ട് ചിക്കൻ വയ്ക്കാം. ഉണ്ണിമാമ പോയി, വണ്ടിയും കൊണ്ട് പോയി. അപ്പോൾ ചിക്കൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ചിക്കനൊന്ന് മറച്ചിട്ടിട്ടുണ്ട്. ഒന്നുകൂടി വേവട്ടെ. ഇതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുകയാണ്. ചിക്കനായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം വറ്റാൻ വേണ്ടി നമുക്ക് തുറന്ന് വെച്ചാണ്ട് ഒന്ന് വേവിക്കാം.
ഇപ്പം അത്യാവശ്യം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ചോറ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചോറ് ചിക്കൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കളറ് ഭംഗിക്ക് വേണ്ടിയിട്ട് മഞ്ഞളുടെ വെള്ളം ആക്കി കൊടുക്കുന്നുണ്ട്. റെഡ് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി കലക്കിയതാണ്, അതൊരു ഇത്തിരി ആക്കുന്നുണ്ട്. ഇനി മുളക് വെച്ചുകൊടുക്കാം. ഇനി ഇതിലേക്ക് കണൽ ഇതാക്കി വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചോറ് ദമ്മിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ അവിടെ ഇരിക്കട്ടെ, എന്നിട്ട് എടുക്കാം. മുളക് എടുത്തിട്ടുണ്ടേ. പിന്നെ വാട്ടാറ് എന്നിട്ട് പിന്നെ കുറച്ച് വെള്ളം അരി ഇട്ടാണ്ട് കുക്കറിലുണ്ട്. പിന്നെ ഓടുന്നിട്ട് മാറ്റി കൂട്ടി ആക്കാൻ പറ്റില്ല. ഫുഡൊക്കെ ആയതിന് ശേഷം പിന്നെ അവർക്ക് ഏട്ടനും ശുഭേട്ടനും കുട്ടികളൊക്കെ അവരാദ്യം കഴിച്ചു. അതിന് ശേഷം പിന്നെ ഞങ്ങളും എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിച്ചത്. വിഷ്ണുവിന് കുട്ടിയപ്പയ്ക്ക് വാശി കാണിച്ച് അവൾ കുട്ടീൻ്റെ അടുത്തേക്ക് പോയി. പിന്നെ അമൃത വേഗം കഴിച്ചെഴുന്നേറ്റ് കുട്ടീനെ പിടിച്ചതിന് ശേഷമാണ് വിഷ്ണു വന്നിരുന്ന് കഴിച്ചത്. അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കുറച്ച് നേരം സംസാരിച്ചിരുന്നു. അതിന് ശേഷം ചേച്ചി ഒക്കെ പോകാൻ വേണ്ടി ഇറങ്ങി. പിന്നെ ചായപ്പാടത്തെ ചേച്ചി ഏട്ടനും അവരും പോയി. അങ്ങനെ ഒരു കൊച്ചു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബായ്.